എൻ്റെ മോനെ. ഓ ഏതാ എല്ലാവരും ചുറ്റും കൂടി. അതാ അതാ അതാ. ഓ തീർന്ന്. സോ ഇസ് വെൽക്കം ബാക്ക് ടു സ്പൈഡർമാൻ പാർട്ട് 2. പിക്കും. ഓക്കെ, സോ ഇത് പാർട്ട് 2 ആണെങ്കിൽ പോലും പാർട്ട് 1 ആയിട്ട് ഇതിന് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. ആരാ? ഓക്കെ, പോലീസുകാരാണ്. പോലീസുകാരെ എല്ലാം നിങ്ങളെ പാടായി. ഞാനില്ല, കുറച്ചേരം റിട്ടയർമെൻറ്റിലാണ്. ഓക്കെ, നാട്ടുകാരുടെ പ്രശ്നത്തിലും ഞാൻ കുറച്ചേരം ഇടപെടുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് പാർട്ട് 1നും പാർട്ട് 2നും വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. കാര്യം ഈ ഗെയിമിൻ്റെ 50% ഞാൻ ഓൾറെഡി ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി. നിങ്ങൾ ഈ ഗെയിം ഒരുപാട് വട്ടം തലങ്ങും വിലങ്ങും തിരിച്ചും മറിച്ചും കണ്ടിട്ടുണ്ടാവും. സോ കണ്ട് തന്നെ വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഇത്ര സ്കിപ്പ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇതുവരെ കളിച്ചെത്തിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് കാര്യമായിട്ട് എന്തോ നടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഹെലികോപ്റ്ററൊക്കെ പറക്കുന്നുണ്ട്. സംതിങ് ഈസ് കുക്കിംഗ്. സോ ആ കുക്ക് ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇതുവരെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഡോക്ടർ ഓട്ടോ ഒക്ടേവിയസിനെ കുറിച്ചാണ്, അഥവാ നമ്മുടെ ഡോക്ടർ ഒക്ടോബസ്. സോ പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മനുഷ്യനാണ്. നല്ല സൽസ്വഭാവനും സുശീലനും സുമുഖനുമായ നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഇത്തിരി വയസ്സായിട്ടുണ്ടെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മൂപ്പരെ ടെൻഡിക്കിൾസ് എക്സ്പെരിമെൻറ്റ് ഓൾമോസ്റ്റ് സക്സസ് ആണ്. ഓക്കെ, അതായത് അതിനൊറ്റ കുഴപ്പം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. സ്യൂട്ട് ഇടുന്ന സമയത്ത്, ആ ഒക്ടോബസ് കൈയുള്ള സ്യൂട്ട് ഇടുന്ന സമയത്ത് പുള്ളിയെ ബ്രെയിൻ അത് എഫക്റ്റ് ആവുന്നുണ്ട്. അതായത് ചെറുതായിട്ടാണെങ്കിൽ പോലും ആ സ്യൂട്ട് പുള്ളിയെ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൂപ്പര് ഒരു ഈവിൽ ക്യാരക്ടറായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. സ്പൈഡർമാൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്, നമ്മുടെ ഒരു സ്റ്റുഡൻ്റാണ്, അല്ല ഡോക്ടറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് നമ്മൾ, മനസ്സിലായില്ലേ? ഒരു അസിസ്റ്റൻറ്റ് കം സ്റ്റുഡൻറ്റ് കം ഒരു സ്പൈഡർമാൻ്റെ ഒരു ഫാദർ ഫിഗറാണ് ഡോക്ടർ. സോ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒരു ഈവിൽ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സ്പൈഡർമാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ്. സ്പൈഡർമാനെ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്നും നമുക്കറിയില്ല. പിന്നെ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഡെവിൾസ് ബ്രെത്ത്. അതായത് ഡെവിൾസ് ബ്രെത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബയോ വെപ്പണാണ്. ഈ നോർമൻ ഓസ്ബോൺ ഇല്ലേ, അതായത് നമ്മുടെ ഗോബ്ലിൻ ഇപ്പോൾ ഗോബ്ലിൻ ആയിട്ടില്ല, വെറും നോർമൻ ഓസ്ബോൺ മാത്രമാണ് ഈ ഗെയിമിലിപ്പോൾ. അതായത് ജസ്റ്റ് ഒരു ബിസിനസ്മാൻ മാത്രമാണ്, ഗോബ്ലിൻ ആയിട്ടില്ല. സോ പുള്ളി ഡെവലപ്പ് ചെയ്ത ഒരു ബയോ വെപ്പണാണ് ഈ ഡെവിൾസ് ബ്രെത്ത്. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം ഒരു മരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ബട്ട് അത് ഫെയിലായി, അത് വലിയൊരു വൈറസായി മാറി. ഓക്കെ, അപ്പോൾ ആ വൈറസ് ഓസ്ബോണ്ടയിൽ സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡെവിൾസ് ബ്രെത്ത് ഓസ്ബോണ്ടയിൽ നിന്ന് അടിച്ചു മാറ്റി അത് ഈ നാട്ടുകാർക്കെതിരെ ഉപയോഗിച്ച് ഈ വൈറസ് മൊത്തം ഈ നാട്ടിൽ സ്പ്രെഡ് ചെയ്ത് നാട്ടുകാരെ മൊത്തം ഓസ്ബോണിനെതിരെ തിരിക്കണം എന്നുള്ളൊരു സ്വപ്നത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയാണ് മാർട്ടിൻ ലീ, അഥവാ ഡീമൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറാണ് ഈ മാർട്ടിൻ ലീ. ഒരു ചൈനക്കാരനാണ്. പുള്ളിക്ക് എന്തോ ഓസ്ബോണിനെതിരെ എന്തോ ഒരു ചെറുപ്പം മുതലേ ഒരു വൈരാഗ്യം ഉണ്ട്. സോ അത് തീർക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഡോക്ടർ ഒട്ടോ ഒക്ടേവിയസ്, പിന്നെ ഡെവിൾസ് ബ്രെത്ത്, പിന്നെ നോർമൻ ഓസ്ബോൺ, പിന്നെ മാർട്ടിൻ ലീ, ഇത്രയും ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഓസ്ബോൺ ഒരു വില്ലനല്ല, പുള്ളി വില്ലനായിട്ടില്ല, ജസ്റ്റ് ഇതിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ഈ ഡെവിൾസ് ബ്രെത്ത് ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ്. അതായത് ഡെവിൾസ് ബ്രെത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ട്രക്ക് ആരോ അറ്റാക്ക് ചെയ്തത്രേ. അത് മിക്കവാറും ഈ മാർട്ടിൻ ലീൻ്റെ ഗ്രൂപ്പായ ഡീമൻസ് ആവാനാണ് സാധ്യത. നമുക്കൊന്ന് പോയോക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് അവിടെ എത്തുന്നതിന് മുമ്പ് ലൈക്ക് അടിക്കാത്ത ആൾക്കാരുണ്ട്, ലൈക്ക് അടിക്കുക. 3.3K ആണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഐ ആം കമ്മിങ് കൊതം സിറ്റി. ലെറ്റ്സ് ഗോ ആൻഡ് സേവ് കൊതം സിറ്റി. ലെറ്റ്സ് ഗോ. അതെ അവിടെയാണ് പ്രശ്നം. ഓക്കെ, എത്തി. ഓ ഇതുണ്ടല്ലേ, ഇതാണ് ഡെവിൾസ് ബ്രെത്ത്. അതിൻ്റെ ഉള്ളിലാണ് സാധനം ഉണ്ടായിരുന്നത്. ഓ ഇതാണ് യൂറി വട്ടനബെ. വട്ടൊന്നുമില്ല, പക്ഷെ പേര് വട്ടനബെ എന്നാണ്. ഓക്കെ, ഒരു പോലീസുകാരിയാണ്. ഓ പ്രിസൺ ബ്രേക്ക് ഉണ്ടായിത്രേ. ഓ ഞാൻ പറഞ്ഞില്ലേ കാര്യമായിട്ട് എന്തോ നടക്കുന്നുണ്ടെന്ന്. അതെ എന്തോ കാര്യമായിട്ട്. അത് വേണ്ടില്ലേ, ഈ പ്രിസണിലൊരു പ്രത്യേകത ഉണ്ട്. ഈ പ്രിസണിലാണ് സ്പൈഡർമാൻ്റെ പഴയ വില്ലന്മാരൊക്കെ ഉള്ളത്, മനസ്സിലായില്ലേ? ഓ അതായത് മറ്റേ സ്കോർപ്പിയൻ, സാൻഡ്മാൻ, മറ്റേമാൻ, മർച്ചമാൻ എല്ലാ മാന്മാരും ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ പ്രിസം ബ്രേക്ക് ചെയ്തതിനാൽ എല്ലാവരും നമുക്കിത് തിരിയും. അത് വൻ വിഷയമാണ്. നിക്കണം മണ്ടന്മാരെ, ഇതൊക്കെ പീക്കിരി മറ മൊട്ട. എന്താണ് ഒരു ഇതില്ല, ഒരു പേടിയില്ലാതെ നമ്മളെ ഫൈറ്റ് ചെയ്യാൻ വരും. നോക്ക് മണ്ടൻ സ്പൈഡർമാനാണെന്നുള്ളൊരു ബോധം വേണ്ടേ?
ബൈ ദ ബൈ നമ്മുടെ സൂട്ടില്ലേ മറ്റേ ഹൈബ്രിഡ് സൂട്ടാണ്. അതായത് നമ്മുടെ നോർമൽ സൂട്ടും അയൺ സൂട്ടും മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇതിന് മറ്റേ 8 കാലി സാധനമൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. അവന്മാരുടെ അടുത്തെത്തട്ടെ. റോക്കറ്റ് ലോഞ്ചറോ ഇങ്ങോട്ട് മാടാ. അവൻ്റെ ഒരു ഞാണ്ടല്ലോ. ആദ്യം നമുക്ക് ഈ പീക്കറുകളൊക്കെ അടിച്ചിടണം എന്ന് തോന്നുന്നുണ്ട്. കിട്ടി പടാ മാണ്ടേ. ഓക്കെ, നമുക്ക് സൂട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കണു. എന്നാ പിടിച്ചോ, കമോൺ പാടാ. വേണ്ടില്ലേ ഏതാ വേണ്ടില്ലേ ഇത് ആക്ടിവേറ്റ് ചെയ്ത് ചുറ്റും എത്ര ആളുണ്ടെങ്കിലും നമുക്കൊരു വിഷയമല്ല. പറന്നടി, തിരിഞ്ഞടി, മറിഞ്ഞടി, വലവിട്ടടി, അത്രേ ഉള്ളൂ. എന്താണ് പോ. ആ ബോംബ്. എടാ ഇത്രയും വെപ്പൺ ആർക്ക് എവിടുന്ന് കിട്ടിയെന്നാവോ? മാർട്ടിലിന് കാണാനുമില്ലല്ലോ. മാർട്ടിലേക്ക് വേറൊരു പേരുണ്ട് കേട്ടോ. അതായത് അവൻ്റെ വില്ലൻ പേരാണ് മിസ്റ്റർ നെഗറ്റീവ്. അതായത് അവൻ അങ്ങനത്തെ ഒരു കഴിവാണുള്ളത്. ബാക്കിയുള്ള ആൾക്കാരുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് അവരങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാക്കി മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് മിസ്റ്റർ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെലികോപ്റ്റർ. എത്ര ആൾക്കാരുടേത്? ഇത്രങ്ങാനും ആൾക്കാരൊക്കെ ഉണ്ട് ഈ പ്രിസണിൽ. ഹെലികോപ്റ്റർ. ഇത് മറ്റേ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ സീൻ ഓർമ്മ വരെ. ഏതല്ലേ അതാ അതിൻ്റെ ഇടയിൽ കൂടെ. വിഷല്ല കൊടുക്കാൻ്റെ മണ്ടക്ക്. അതന്നെ ലൈസൻസ് ഇട്ട. അതിൻ്റെ ഇടക്ക് ലൈസൻസ് ഇട്ടാ മതി. ഓക്കെ, എല്ലാം അണ്ടർ കൺട്രോൾ. വേണ്ടില്ല മഞ്ഞ ഇലക്ട്രിക്. അത് മറ്റോനായിരിക്കും മിക്കവാറും. ഇലക്ട്രോ പഴയ വില്ലൻ. അതന്നെ അതാ കിട്ടി പണി. അതാ കണ്ടില്ലേ ഇവന്മാരെല്ലാരും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അതാ രക്ഷപ്പെട്ടോ? ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഓതോ ഞാൻ പറഞ്ഞില്ലേ. അതാ കൂടുതൽ ആൾക്കാരെ ജയിലിൽ നിന്ന് പുറത്താക്കുക. അപ്പൊ വില്ലന്മാരുടെ എണ്ണം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇതൊക്കെ ആരടാ? ഈ കീടാണുക്കളല്ലേ നമുക്ക് വില്ലന്മാര്. ഇതൊന്നും പോണം മണ്ടന്മാരെ അവിടുന്ന്. ഇവന്മാരൊന്നും ഫൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ കൈ കൊണ്ട് തുറക്കണേ. ഏതാ? എന്താ? റൈനോ എല്ലാരും ഉണ്ടല്ലോ. അത് പൊളി. അടഞ്ഞി ഇവന്മാരൊക്കെ നമ്മൾ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണ്ടേ? എണ്ണം കൂടി വരെ. ഇനിയിപ്പോ ആരാ? സാൻഡ്മാൻ ഉണ്ടോ ഇതില്? അറിയില്ല കേട്ടോ, പറയാൻ പറ്റില്ല. ഇനിയിപ്പോ അവനുണ്ടെങ്കിലേ കുടുങ്ങിപ്പോ. ഓക്കെ, പോട്ടെ. ഏതാ? ആരാ? അതാ അടുത്തത് സ്കോർപ്പിയൻ. എടപ്പ എത്ര ആൾക്കാരായി? ലോകം മൊത്തം നമുക്കെതിരാണല്ലോ. ഇനിയിപ്പോ കുറച്ചേനെ താനോസും വരുമോ? പറയാൻ പറ്റൂല. അതാ താനോസ്. കുട്ടി താനോസ്. എടാ ഇതൊക്കെ ഏത് മനുഷ്യന്മാരാ? അതുണ്ടല്ലേ ഒരു ചോപ്പ് കളറില് മനുഷ്യന്മാരല്ല, അത് ഏലിയൻസ് ആണെന്ന് തോന്നുന്നു. പേസ്റ്റ് കൊട്ടെടുത്ത അവൻ്റെ മണ്ടക്ക്. അല്ല പിന്നെ ഓരോരുത്തന്മാര് ഇറങ്ങിക്കോളും. ഓക്കെ, ഇനി അടുത്ത ഡോർ. അതാ ജസ്റ്റ് മിസ്. കണ്ടില്ലേ, നമുക്ക് ആ സെൻസ് കിട്ടിയോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇവന്മാരെന്താ നമ്മളെങ്ങോട്ടോ ലീഡ് ചെയ്യണം, നമ്മളെ ഫൈറ്റ് ചെയ്യുന്നില്ല, നമ്മളെങ്ങോട്ടോ വിളിച്ചുകൊണ്ട് വരികയാണ്. ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടോന്നാവോ? ഓ പുറത്തെത്തി. കണ്ടില്ലേ, പേടിച്ചോടുകയാണേ, ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. നിക്കട തുരപ്പവിടെ. കണ്ടില്ലേ, അതാ എന്തത് ഓനെ. അതാ ഓക്കെ, കിട്ടിയടാ കൊടുക്കാനേ. അതാ ഇവനുണ്ടോ? വൾച്ചറുണ്ടോ? എന്തടത് ഇത്ര വില്ലന്മാരോ? നമ്മളീ വലവിട്ടന്മാരെന്താക്കാനാ? അതിന്റെ ഇടയിൽ കൂടി യൂറിയ വട്ടനബി.
അതാ വെള്ളത്തിൽ പോണോ അതിൻ്റെ ഇടയിൽ നാണം കെടുത്തല്ലേ അണ്ണന്മാരെ ഒന്ന് വെയിറ്റേ ഇപ്പൊ കയറി തരാം ആ വന്നു ഞാൻ ലെറ്റ്സ് ഗോ വന്നു ഞാൻ എവിടെ അവന്മാരെ എവിടെ പോയത് ഇതിൻ്റെ ഉള്ളിക്കാ ആ അതാടാ നിക്കടാ അവിടെ എൻ്റെ മോനെ ഓ ഏതാ സ്ലോ മോഷൻ കണ്ടില്ലേ ഇടലം ഓക്കെ അവിടെ ഇപ്പം എന്താ ഫൈറ്റ് ചെയ്യാത്ത ഇനി മിക്കൊന്ന് പിന്നെ നമ്മൾ ഒറ്റക്ക് ഫൈറ്റ് ചെയ്യാൻ പേടിയാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ ലീഡ് ചെയ്ത് കൊണ്ടുപോവാണ് ഇനിയിപ്പോൾ ആരൊക്കെ വരാനുള്ളതെന്നാവോ അതാ അത് ഇതിപ്പോൾ മൊത്തത്തിൽ എത്ര വില്ലന്മാരായെന്നുള്ളതൊന്ന് എണ്ണുക എനിക്ക് കണക്കൊന്നും കിട്ടണില്ല എണ്ണി താഴെ കമൻറ്റ് ചെയ്യുക അതിപ്പോൾ മൊത്തത്തിൽ എത്ര പേരുണ്ടെന്ന് ഓ ഇത് പുതിയ ഷൂട്ടൊക്കെ അത് അടുത്ത വന്ന് അതാ റെയിനോ ഓടോ ഈ റെയിനോ ഒന്നും വലിയതൊന്നുമില്ല അതാ ഒക്കെ മണ്ടന്മാരാ പക്ഷെ ഓ അതാ ഇവനാട്ടോ മാർട്ടിൻലി ഇതാണ് മിസ്റ്റർ നെഗറ്റീവ് ഓക്കെ ഓ എല്ലാവരും ചുറ്റും കൂടി അതന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാനും ചെയ്യുന്നില്ല അത് ഓ ഏതാ അതാ ഇത് നമുക്ക് കളിക്കാനും കൂടി തരുന്നില്ല കാര്യം നമുക്ക് കളിച്ച് കാര്യമില്ല എന്നറിയാം ഓ ഏടാ വാട്ട് ഈസ് ഹാപ്പനിങ് എല്ലാ വില്ലന്മാരും കൂടി തീർന്ന് ഓ ഡോക്ടറോ ഇയാളും ആയോ ഇയാളാവും വില്ലനാവും അറിയാം പക്ഷെ ഇപ്പൊ ആവും അറിയില്ലായിരുന്നു ഓ ഞാൻ പതുക്കെ ആവുള്ളൂ എന്ന് വിചാരിച്ചു എന്റെ മോനെ ചത്തി അപ്പൊ ഇവനാണോ ഇവരൊക്കെ റിലീസ് ചെയ്ത് ഓ ഞാൻ വിചാരിച്ചു മാർട്ടിൻലിയാന്നാ ചെയ്തത് പക്ഷെ അല്ല ഡോക്ടറാ ചെയ്ത് മോനെ ചത്തിട്ടില്ല അങ്ങനെ ചാവാൻ പാടില്ലല്ലോ നോർമൻ ഓസ്ബോൺ എ നെയിം യു ക്യാൻ ട്രസ്റ്റ് ബൈ ദ വേ ഓസ്ബോൺ ഇവിടുത്തെ ഒരു മേയറാട്ടോ അതായത് ഈ നാടിൻ്റെ ഈ സിറ്റിയുടെ മേയറാണ് ഓസ്ബോൺ പക്ഷെ ഓസ്ബോണിനെ ഒക്ടേവിയസിന് വലിയ ഇഷ്ടമല്ല ഇവർ മുമ്പ് ഭയങ്കര ഫ്രണ്ട്സൊക്കെ ആയിരുന്നു ബട്ട് ഇവരുടെ ഇടയിൽ എന്തോ പ്രശ്നമൊക്കെ നടന്ന് ഒക്ടേവിയസിന് ഇപ്പോൾ നോർമനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഇനിയിപ്പോൾ ഓസ്ബോണും വില്ലനാവോ ഗോബ്ലിനാവോ പറയാൻ പറ്റൂല ഓബന്റെ കയ്യിൽ ഇതുണ്ടാ മറ്റേ ഡെവിൽസ് ബ്രത്ത് ഉണ്ട് കണ്ടില്ലേ അതാണ് സാധനം ഇവൻ മേയറായതുകൊണ്ട് തന്നെ ഈ വൈറസ് ഇവിടെ എല്ലാം പടർത്തി കഴിഞ്ഞാൽ ഈ നാട്ടുകാർ മൊത്തം മേയർക്കെതിരെ തിരിയൂലേ അങ്ങനെ അവനെ ഇമോഷണലി ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു പുറപ്പാടാ ഓ തീർന്നോ എടാ ഇത് ഡെവിൽസ് ബ്രത്ത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ഈ ഗെയിമിൻ്റെ തന്നെ അൾട്ടിമേറ്റ് എയിം അത് സ്പ്രെഡായോ ഇനിയിപ്പോൾ ഒന്നുമില്ലേ അത് ശരി കണ്ണടയും വെച്ച് ഇറങ്ങിക്കേ ഡി ഫുൾ അവൻ്റെ തെണ്ടിക്കിൾസ് 24 hours later ഓക്കെ ഓ ആൻഡ് മേക്കോ ഉണ്ടായോ ആണ്ടില്ലേ അപ്പോൾ ഇത് ഒരു ഫൺ ഫാക്ട് പറഞ്ഞേ ഈ ഫീസ്റ്റ് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ കണ്ടില്ലേ ഈ സംഭവം ഈ സെറ്റപ്പ് ഇതൊരു ചാരിറ്റി സെറ്റപ്പാണ് ഇതിന്റെ ഹെഡ് ആരാന്നറിയോ മറ്റേ മാർട്ടിൻലി ഇല്ലേ മിസ്റ്റർ നെഗറ്റീവ് അവനാണ് ഇതിന്റെ ഹെഡ് അതായത് ആളൊരു പകൽമാന്യനാണ് രാവിലെ ആൾക്കാരെ സഹായിക്കും രാത്രി ഇങ്ങനത്തെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാറുങ്ങും ഇത് എം ജെനും നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടില്ലല്ലോ ഇതാണ് ഓസ്ബോൺ ഓഫാക്ക് എന്തൊക്കെയാ നടക്കുന്നേ ഇനിയിപ്പോൾ ഇപ്പം ഗോബ്ലിനാവോ ഓക്കെ നമുക്കൊരു കുഴപ്പമില്ല ഏത് നമുക്കൊരു കുഴപ്പമില്ല 24 മണിക്കൂറൊക്കെ ധാരാളം വിളി വന്നു യൂറി വട്ടണബി ഓ 14 എല്ലോടിഞ്ഞെത്ര എന്നിട്ടാണ് ഒരു ഇതില്ലാതെ നടക്കണേ ദാറ്റ് ഈസ് സ്പൈഡർമാൻ ഓക്കെ അപ്പോൾ സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആകെ ഒറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ അങ്ങനെ വലവിട്ട് നടക്കാം നല്ല രസമല്ലേ അതന്നെ ചെയ്യാനുള്ളൂ വേറൊന്നും ചെയ്യാനില്ല
ഇനി ഇങ്ങനെ വല വിട്ട് ഇങ്ങനെ നടക്കാം, ആൾക്കാരൊക്കെ ചത്തുപോകുന്ന ഇങ്ങനെ കാണാം, നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ തന്നിരിക്കുന്ന മിഷൻ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മെയിൻ മിഷനായിട്ടൊന്നുമില്ല. നമ്മളടുത്ത് പറയുന്നത് ഈ എസ്കേപ്പ് ചെയ്ത് പോയ പ്രിസണേഴ്സ് ഇല്ലേ, അവരെല്ലാവരും ഈ നാട്ടിൽ കടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരെ ഒന്ന് ഒതുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഒതുക്കാനാണ് പറയുന്നത്, അല്ലാതെ വേറൊന്നും നമുക്കിനി ചെയ്യാനില്ല അത്ര. പിന്നെ സ്റ്റേബിൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫോഴ്സും ഉണ്ട്. 2 ഫോഴ്സാണ് ഇപ്പോൾ നമുക്കെതിരെ ഉള്ളത്. നമുക്കെതിരെയല്ല, നമ്മുടെ കൂടെ ഉള്ളത് ഈ നാടിനെ രക്ഷിക്കാൻ. അത് കണ്ടില്ലേ മറ്റേ അവഞ്ചേഴ്സിന്റെ ബിൽഡിങ്. അവിടെ പോയിട്ട് മറ്റേമാരത്തൊന്ന് സഹായം ചോദിച്ചാലോ? അയൺമാനൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ. ഒന്ന് പോയോക്കാം നമുക്ക്. ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടാവും ചിലപ്പോൾ. ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. അതിന് മുമ്പ് നാട്ടുകാർക്കൊക്കെ എന്താ ഇത് മറ്റവനാട്ടോ, ഇത് സ്റ്റേബിളാണ് കണ്ടില്ലേ? അതെ, സ്റ്റേബിൾ തണ്ടികൾ. ഇവന്മാർ ഈ നാടിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നടക്കുക എന്നൊക്കെ പറയണേ. എന്നിട്ട് നമ്മളെ കണ്ട് അപ്പാണ്ട് അടിച്ചിടും. ഓടാ തരത്തിനൊപ്പം ഒരു ഇവന്മാർ ഇത്തിരി പവർഫുൾ ആട്ടോ. നല്ല വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഫോഴ്സാണ്. ഇവരെ ക്യാപ്റ്റൻ ഉണ്ട്. ക്യാപ്റ്റൻ വൻ വിഷയമാണ്. ഒരു ലേഡിയാണ്. പോടാ തരത്ത് പോയി കളി അത്രേ ഉള്ളോ. എന്തുകൊണ്ടാന്നറിയില്ല. അതായത് ഒരുമാതിരി ഈഗോ ആണ് ഇവന്മാർക്ക്. ഈ നാട് മൊത്തം ഇവന്മാർക്ക് ഒറ്റയ്ക്ക് ശരിയാക്കണം എന്നുള്ളൊരു പ്രത്യേകതര ഈഗോ. അതുകൊണ്ടാണ് നമ്മളെ സഹായിക്കാൻ സമ്മതിക്കാത്തത്. ഹലോ മിസ്റ്റർ, എന്താ സുഖല്ലേ? ഗോസ്റ്റോ? ഇപ്പം ഇവിടെ എന്തോ പ്രയത്നം കണ്ടത്രേ. എന്നാ പിടിച്ചോ മണ്ടക്ക് കൊണ്ടില്ലേ? ജസ്റ്റ് മിസ്. കണ്ടില്ലേ എല്ലാവരും മാസ്ക് ഒക്കെ ഇട്ട് നടക്കാണ്. ഓ നോ. സ്പൈഡർമാൻ എന്താ പ്രശ്നം? നമുക്ക് രണ്ടുപേർക്ക് ഒളിച്ചോടിയാലോ എന്നൊക്കെ. എന്തൊക്കെ പെണ്ണ പറയണേ, ഒരന്തല്ലാതെ. അതന്നെ, ഒന്ന് തൊട്ടുള്ള പരിപാടി ഒന്നും വേണ്ട. മണ്ടടിച്ച് ഞാൻ പൊളിക്കും. മനസ്സിലായില്ലേ? ഹലോ, നിന്റെ പ്രശ്നം എന്താ? കാര്യമായിട്ട് എന്തോ ചാടാ. ഓക്കെ, ഇവിടെ പ്രിസണേഴ്സിനൊന്നും കാണാനില്ലല്ലോ. നാടിൻ്റെ ഒരു കോലം നോക്കെ മൊത്തത്തിൽ തകിടം മറിഞ്ഞു. ഓക്കെ, അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ലെറ്റ്സ് നമുക്കൊരു പ്രോപ്പർ മിഷൻ കിട്ടിയിട്ടുണ്ട്. ഓൾ ടൈറ്റ് ക്യാപ്റ്റൻ യൂറി വട്ടനബേ ഇതാ വരുന്നു. പിന്നെ ഗൈസ്, ഇന്നത്തോടു കൂടി സ്പൈഡർമാൻ ഒരിക്കലും തീരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ 50% മാത്രമേ ആയിട്ടുള്ളൂ. സോ ഇനിയും ഇതേപോലെ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ഫൈറ്റൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇതെന്താണ്, എവിടെ നിന്ന് എയിം വരുന്നത്? ഒരു മിസൈൽ ഉണ്ടല്ലേ നമ്മളെ ട്രാക്ക് ചെയ്ത് വരുന്നത്. പോടാ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഇനിയും സ്പൈഡർമാൻ വീഡിയോസ് വേണമെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഓക്കെ, മറ്റേ അവഞ്ചേഴ്സിൻ്റെ ടവർ അവിടെയാണ്, എത്തൂല. നമുക്ക് മിഷനുള്ള ഇവിടെ. ഓക്കെ, റൈനോ ആണ് പ്രശ്നം. 2 ആളുണ്ടെന്ന് തോന്നുന്നു. ഒരു സൈഡ് റൈനോവും പിന്നെ വേറൊരു സൈഡ് വേറെ ആരോ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സ്യൂട്ട് ഉണ്ട് മാറ്റിയാലോ? നമ്മുടെ ഇപ്പോൾ സ്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, ഇത്രയും സ്യൂട്ടുണ്ട്. സ്യൂട്ടിനൊരു പന്നില്ല. ഇത് കണ്ടില്ലേ, ഓൾമോസ്റ്റ് എല്ലാ കോമിക്കൽ ബേസ് ആയിട്ടുള്ള എല്ലാ സ്യൂട്ടും നമുക്കുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫുൾ ബ്ലാക്ക് പോവാം. അത് പൊളിക്കും. നമ്മുടെ സ്പൈഡർമാൻ ഫാർ ഫ്രം ദ ഹോമിലെ നമ്മുടെ ഷൂട്ട്, തിരിച്ചിട്ട ഷൂട്ട് ഫുൾ ബ്ലാക്ക്, അടിപൊളി. ഇത് ഫുൾ ബ്ലാക്ക് ഷൂട്ടല്ല, നമ്മുടെ നോർമൽ ഷൂട്ടിനെ മറിച്ചിട്ടതാണ്. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇലക്ട്രോൺ ഇവിടെ ഉള്ള ഏണ്ടില്ലേ, നിക്കടപ്പം ശരിയാക്കി തരാം ഞാൻ. ഇലക്ട്രോൺ എങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്യുക? ഷോക്ക് അടിച്ച് എത്തുപോകൂലേ? അപ്പം അതൊക്കെ വല്ല വീക്ക് പോയിന്റ്സ് ഉണ്ടാവും ഇലക്ട്രോണ്, വല്ല വീക്ക്നെസ്. വേണ്ടില്ലേ, അതാണ് വീക്ക്നെസ് എന്ന് തോന്നുന്നു. അതായത് പവർ വലിക്കണ്, പവർ സ്റ്റേഷനിൽ പവർ വലിക്കണ് ഇലക്ട്രോ. ഇതന്നെ തോന്നുന്നു. വേണ്ടില്ലേ, ഈ സാധനം നമ്മൾ ആദ്യം ഇല്ലാണ്ടാക്കണം തോന്നുന്നു. ഓക്കെ, വെടിവെച്ചോക്കട്ടെ. അതന്നെ. അതായത് അവൻ്റെ പവർ സപ്ലൈ മൊത്തത്തിൽ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അവൻ ലെസ് പവർഫുൾ ആവും. ഓക്കെ, ഒന്ന് പൊട്ടി. ഓടാ എൻ്റെ ഇടയിൽ കൂടെ. ഇതൊക്കെ മാർട്ടിലിൻ്റെ ആൾക്കാരാട്ടോ. അവന്മാരെ ഈ മുഖം മൂടിയിട്ട് നടക്കുക. ഓക്കെ, അടുത്ത ട്രാൻസ്ഫോമർ. കമോൺ, പോടാ. ഓക്കെ, പൊട്ടി. ഓക്കെ, അത് പൊട്ടി. ഇതൊന്നും കാണില്ലല്ലോ മര്യാദക്ക്. ഈ കറുപ്പ് സൂട്ടിട്ടത് ഒരു പ്രശ്നമാവോ? മര്യാദക്കൊന്നും കാണില്ല. ഓക്കെ, ഇനി അടുത്ത ട്രാൻസ്ഫോമർ. അതവിടെ ഉണ്ട്. ഹലോ എന്നാ പിടിച്ചോ. ഓക്കെ, ബോംബ് എന്നാ പിടിച്ചോ. എന്താ ഹൾക്ക് മോയിന്ത്. ഓക്കെ, അതും പൊട്ടി. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി 2 കൂടി ഉണ്ട്. അത് ഹെലികോപ്റ്ററിലാണ്, കണ്ടില്ലേ? ഒരു ട്രാൻസ്ഫോമറാണത്. എന്നാ പിടിച്ചോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഒന്നൂടെ ഉള്ളൂ. അതെവിടെ ഉള്ളത്? ഓക്കെ, താഴെയാണെന്ന് തോന്നുന്നു. യെസ്,
അത്രേ ഉള്ളൂ. കംപ്ലീറ്റ്. എന്തായി? ഓക്കെ, പോലീസ് ഇപ്പോൾ പോലീസുകാരൊക്കെ അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആ ഡീമൻസ് ഇപ്പോൾ ഉമ്മാരൊന്ന് അടിച്ചൊതുക്കട്ടെ. ഉമ്മാർക്ക് എത്ര കിട്ടിയാലും പഠിക്കൂല, അങ്ങനെ വന്നോളും. ഓക്കെ, തീർന്നില്ലേ ഞാരാ? അതെ, ഒരു മണ്ടനും കൂടി ഉണ്ട്. പോണം. ആ, തീർന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഇലക്ട്രോ പോയോ? ഓക്കെ, ഇലക്ട്രോനെ നമ്മൾ ഡിഫീറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് തലോടി വിട്ടിട്ടുള്ളൂ. ഇതാരാ? മൈൽസ്. ഓക്കെ, ബൈ ദ ബൈ ഇതിൽ മൈൽസ് മൊറാലിസ് ഉണ്ട്, പക്ഷെ മൈൽസ് മൊറാലിസിന് പവർ കിട്ടിയിട്ടില്ല. ഓക്കെ ചെല്ലോ. ഈ ഞാണ്ടല്ലോ മിസൈല് ബാഗ് കൂടെ പോടെ. ഓക്കെ, ഞാനിവിടെ റെയിനോ അല്ലേ ഉള്ളത്? ഈ റെയിനോ വലിയ വിഷയല്ലാന്ന് തോന്നുന്നു. ഇതാ ഓട്ടം കണ്ടില്ലേ? റെയിനോ ആണോ ഹൾക്കാണോ സ്ട്രോങ്? കമന്റ് ചെയ്യാ. ഓക്കെ, വി ആർ ഹിയർ. എവിടെ റെയിനോടെ? എവിടെ റെയിനോ? എവിടെടാ? ഓ, റെയിനോ പേടിച്ചോടിയത്രേ. അതായത് നമ്മൾ വന്നതോടുകൂടി റെയിനോ പേടിച്ചോടി എന്നാണ് പറയുന്നത്. അത് മിക്കവാറും മറ്റേ ഡോക്ടറിൻ്റെ ഓർഡർ കിട്ടിയതുകൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഡോക്ടറിന് അത്യാവശ്യം ബുദ്ധി ഉണ്ടല്ലോ. സോ അതുകൊണ്ട് തന്നെ ഡോക്ടർ ബുദ്ധിപൂർവ്വം കളിക്കുകയാണ്. ഇത്ര നേരം പോലീസിനെ ഇവിടെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ വന്നപ്പോൾ നമ്മളൊരു മാച്ച് അല്ലാന്ന് അറിയുന്നതുകൊണ്ട് തന്നെ, അല്ല, നമുക്ക് റെയിനൊരു മാച്ച് അല്ലാന്ന് അറിയുന്നതുകൊണ്ട് തന്നെ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി. ഓക്കെ, എംജെന്റെ കോള്. എന്തൊക്കെയോ പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണ്. ഗെയിമിന്റെ എൻഡിങ് ആണെന്ന് തോന്നുന്നു. ഓ, അവിടെ ഒരു തീപിടുത്തുണ്ട്. അത്രേ വേണ്ടില്ലേ? നമ്മുടെ ആൻറ്റിമേക്കുള്ള അവിടെ ആ ബിൽഡിങ്ങിന് എന്തോ തീപിടുത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പോയി രക്ഷിക്കേണ്ടി വരും. ബട്ട് അതിന് അന്ന് ചെയ്യുന്നില്ല, കാര്യം ഇപ്പം തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും. സോ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെങ്കിൽ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആയിരിക്കില്ല, ഇതേപോലെ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ഭാഗം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. സോ അത് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സ്പൈഡർമാൻ ഫാൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. സോ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.